പ്രിയമുള്ളവരെ, വചനജ്വാല 1376 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 7 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് തിരുഹൃദയ വണക്കമാസം 7-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ 136-ാം സങ്കീർത്തനം 1 മുതൽ 26 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവിന്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥനെ നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിന് മേൽ ഭൂമിയെ വിരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിർമ്മിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ ആദ്യജാതരെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് ചെങ്കടലിനെ 2ആയി വിഭജിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിന്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും അവന്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ ആഴ്ത്തി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കീർത്തിയേറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അമോര്യ രാജാവായ സീഹോനെ അവിടുന്ന് വധിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാഷാൻ രാജാവായ ഓഹിനെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ അത് അവകാശമായി നൽകി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗസ്ഥനായ പിതാവിനെ നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ന്യൂ മിനിസ്റ്ററിലെ വിശുദ്ധ റോബർട്ടിനെയും കർമ്മല സഭാനവീകരണത്തിൽ അമ്മ ത്രേസ്യയുടെ ആത്മമിത്രവും സഹകരണിയുമായ വാഴ്ത്തപ്പെട്ട അന്നയെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്.
ആവിലായിലെ അമ്മ ത്രേസ്യ ആരംഭിച്ച നവീകരണ നടത്തിൽ ചേർന്ന അന്നയെ അമ്മ ത്രേസ്യ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുപ്പിച്ചിരുന്നു. ആൻബേ ദെ തോർമാസിൽ അമ്മ ത്രേസ്യ മരിച്ചതും അന്നയുടെ മടിയിൽ കിടന്നാണ്. അന്നയുടെ ജീവിത വിശുദ്ധിയും പ്രാർത്ഥനാ ശക്തിയും മുഴുവൻ നാട്ടുകാരും ആദരിക്കുകയും 1626 പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ദിനം ഈ ലോകത്തിൽ നിന്നും യാത്രയായി. വിശുദ്ധ റോബർട്ടിന്റെയും വാഴ്ത്തപ്പെട്ട അന്നയുടെയും മാധ്യസ്ഥം യാചിച്ച് അവരെ പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.